ഗഫൂർ ഖാൻ്റെ പിന്നെ മത്സ്യം വളർത്തുന്ന ഒരു പുതിയ സംവിധാനമാണ്. ഗഫൂർ ഖാൻ ഇതിനെന്താ പേരെന്താണ്? ഫിഷ് ഫാമിങ്. ഇത് ചെയ്തിരിക്കുന്നത് 2 ഇഞ്ച് PVC പൈപ്പിൽ അല്ലേ? 2 ഇഞ്ച് PVC പൈപ്പിനെ കൊണ്ട് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ട്രക്ചറിൻ്റെ ഡയമെൻഷൻ എത്രയാണ് ഗഫൂർ ഖാൻ? ഇത് 2 മീറ്റർ വീതി, 2 മീറ്റർ വീതി, 4 മീറ്റർ നീളം അല്ലേ? 4.2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊതുകുവല 150 രൂപയുടെ കൊതുകുവല ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യാൻ കഴിയും. 8000 ലിറ്റർ വെള്ളത്തിൻ്റെ ഇൻറ്റേർണൽ ശേഷി ഉണ്ടാവും അല്ലേ? 8000 ലിറ്റർ ഇൻറ്റേർണൽ ശേഷി ഉണ്ടാവും ഇതിന്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൊതുകുവലനെ കൊണ്ടാണ്. ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എങ്ങനെ? പുഴ മത്സ്യത്തിന് ഇറക്കാൻ വേണ്ടിയിട്ട് കളമത്സ്യം, മറ്റ് ചെറിയ കൈച്ചല്, പിന്നെ ചെറുമീൻ, അങ്ങനത്തെ മത്സ്യങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. അത് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ഈ നെറ്റ് കീറിയിട്ട് കുളത്തിലേക്ക് വിടാനുള്ള സംവിധാനം ചെയ്യും. അത് വളർന്നതിന് ശേഷം എന്നാൽ കുഞ്ഞുങ്ങളെ പിടിക്കൂല, അങ്ങനെയാ ചെയ്യുന്നത്. ഓക്കെ. ഇത് ഇടാൻ ഉദ്ദേശിക്കുന്ന പോണ്ട്, കുഴി, കുളം ഏതാ? ഇവിടെ തന്നെ ഒന്ന് കാണിച്ചു തരുമോ? ഇത് നമ്മുടെ ചെങ്ങളായി വയലാണേ. ചെങ്ങളായി വയൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നെൽകൃഷിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗഫൂർക്ക് ഇപ്പോൾ പാടശേഖര സമിതിയുടെ അല്ലേ? അതിൻ്റെ എന്താണ് ഇപ്പോൾ? എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണല്ലേ? ഇതാണ് ഗഫൂർ ഖാൻ്റെ പോണ്ട്. ഈ പോണ്ടിലേക്കാണ് നമ്മുടെ ഇത് ഇറക്കി വെക്കുന്നത്. അതിനകത്ത് ഇപ്പൊ തന്നെ മത്സ്യം ഉണ്ടല്ലോ. അല്ല, ആദ്യം മത്സ്യം ഇട്ടിട്ടുണ്ട്, ഫിലോപ്പി ഇട്ടിട്ടുണ്ട്. അത് പിടിക്കുമോ നോക്കാൻ വേണ്ടി, എയറേഷൻ ഇല്ലാതെ കിട്ടുമോ നോക്കാൻ വേണ്ടിട്ടല്ലേ? ഇപ്പൊ തന്നെ അതിനകത്ത് നിലവിൽ മത്സ്യം ഉണ്ടല്ലോ ഗഫൂർ ഖാൻ. ഈ മത്സ്യം ഏതെല്ലാം മത്സ്യമാണ് ഇപ്പോൾ ഉള്ളത്? ഇതില് നെട്ടർ ഉണ്ട്, ഫിലോപ്പി ഉണ്ട്. അത് ആദ്യം ഇട്ട് നോക്കിയതാണ്. ഈ വെള്ളത്തില് മത്സ്യം എയറേഷൻ ഇല്ലാതെ വളരോ നോക്കാൻ വേണ്ടിട്ട് ആദ്യം ഇട്ട് നോക്കി. ഓക്കെ. ഒരു 20 പിന്നെ ഫിലോപ്പിനെയും ഒരു 10 നെട്ടറിനെ ഇട്ട് നോക്കി. അപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല, വളർച്ചയുണ്ട്. വിജയാണ്. ഇനി ചെറിയ കുഞ്ഞുങ്ങളെ ഒരു 6 മാസം കൊണ്ട് ഒരു 1/2 കിലോ വലുപ്പം വരുന്ന കുഞ്ഞുങ്ങളെ ചിത്രലാടേനെ ഇടാൻ പോകുന്നു. ഓക്കെ. പൊങ്ങി വരുന്നുണ്ടോ? നല്ല ഇത് സാധനം. അതെന്താ സാധനം? അത് ചെറുമീൻ. അത് ചെറുമീനാണ്, നമ്മൾ വളർത്തുന്നതല്ല. അല്ല, അതിന്റെ കുഞ്ഞുങ്ങളെയും വാങ്ങാൻ കിട്ടും. ആണോ? ഓക്കെ. ഈ ചെറിയ മത്സ്യങ്ങൾ കാണുന്നത് വേറെ എന്തൊക്കെയായിരിക്കും അല്ലേ? കളമത്സ്യങ്ങളാണ്, വെള്ളം കയറുമ്പോൾ കയറുന്നത്. അതിന്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നെറ്റ് അടിച്ചിട്ട് ഇതിൽ ഇറക്കുന്നത്. അപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ ഇത് ഒരു ശരാശരി ഒരു 5 ഇഞ്ച് 3 ഇഞ്ച് വളർച്ച എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ തുറന്നു വിടും കുളത്തിൽ, ഫുള്ളായിട്ട് നെറ്റ് ഇടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സ്പേസിൽ വളരാനും കഴിയും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ആദ്യം നെട്ടറിന് ഇടാനുള്ള കാരണം, പിന്നെ 10 നെട്ടറിന് ആദ്യം ഇടാനുള്ള കാരണം, ചെറിയ കളമത്സ്യങ്ങളെ അത് പിടിച്ചോളും. ചെറിയ മത്സ്യങ്ങളെ ഒക്കെ അത് പിടിച്ചിട്ട് അതിൻ്റെ ശല്യം ഒഴിവായി കിട്ടും. അതിനു വേണ്ടിയിട്ട്. ഇതിന് വലയൊന്നും നിങ്ങൾ മേലെ കെട്ടിയിട്ടില്ല? മേലെ വല കെട്ടും, മറ്റേ നെറ്റ് ആദ്യം കെട്ടിയിട്ടില്ല. കെട്ടാതിരുന്നത് സൈസുള്ള മത്സ്യമൊക്കെ ഉണ്ടല്ലോ. അതൊരു 1/2 കിലോ ഉണ്ടാവും. 1/2 കിലോ ഉണ്ടാവും. അത് ഈ ചേറു മത്സ്യം തന്നെയല്ലേ? ചേറു മത്സ്യമല്ല, അത് കഴിച്ചലാ. ആ സാധനം വർഗ്ഗനാശം സംഭവിച്ചു പോയ ഒരു മത്സ്യമാണ്. അതിപ്പോ ഇതിലുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവെ കാണാത്തതാണ്. ഈ പിന്നെ ഈ മത്സ്യം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ജെന്യൂനിറ്റി എന്ന് പറയുന്നത് അങ്ങ് പാകിസ്ഥാനാവൂലെ? എല്ലാം കൂടെ പറഞ്ഞു എല്ലാവരും കൂടെ പാകിസ്ഥാനിലേക്ക് ഓർമ്മേക്കുമെന്ന് പറയാം. അപ്പോൾ ഗഫൂർ ഖാൻ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഈ ഒരു വിവരണത്തിന് ഗഫൂർ ഖാൻ്റെ മുഖം ഒന്ന് കാണിച്ചൂടെ? ഓക്കെ, ഇതാണ് ഗഫൂർ ഖാൻ. ഗഫൂർ ഖാൻ നമ്മുടെ നാട്ടിലെ ഒരു മർമ്മ ചികിത്സാ വിദഗ്ധനും കൂടിയാണ്, ഒരു പൊതുപ്രവർത്തകനും കൂടിയാണ്. പറയാട്ടോ, മമ്മു വൈദ്യർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു ലാൻഡ് മാർക്കായിരുന്നു. അദ്ദേഹം മർമ്മ ചികിത്സയെല്ലാം ഒരു വിദഗ്ധനായിരുന്നു. മർമ്മ ചികിത്സ, എല്ല് പിന്നെ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഒരു വിദഗ്ധനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇല്ല, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ മകനാണ് ഗഫൂർ ഖാൻ. ഗഫൂർ ഖാൻ ഇപ്പം ആ ഒരു മേഖല ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, ചികിത്സയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും മർമ്മ ചികിത്സാ കേന്ദ്രം ചെങ്ങളായിൽ പ്രവർത്തിക്കുന്നുണ്ട്.
അപ്പോൾ കൃഷിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഗഫൂർക്ക വളരെ ഗംഭീരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നെൽകൃഷി 4 ഏക്കറോളം നെൽകൃഷി ചെയ്തിട്ടുണ്ട്. 4 ഏക്കറോളം നെൽകൃഷി അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പോൾ ശരി, എന്നാൽ താങ്ക് യു.